ഒരു യാത്ര കഴിഞ്ഞ് ഒരു കോതമംഗലത്തെത്തി. രാത്രി 10:30 ഏറെക്കുറെ കടകളൊക്കെ അടച്ചു. അപ്പൊ ഗണ്ടാശ്രീപടിക്ക് 2-3 കടകൾ അടയ്ക്കാണ്ട്. അപ്പൊ അതിനകത്തൊരു കടയിൽ ഇങ്ങനെ റോബസ്റ്റ് പഴം കിടക്കണോണ്ട് ഞാൻ അവിടെ നിർത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ പഴം മേടിക്കാൻ നിർത്തുമ്പോ എന്റെ അടുത്ത് ഒരു കാറുകാരൻ ഒരു 3-4 ചെക്കന്മാരിപ്പുണ്ട്. അവരിങ്ങനെ ചേർത്ത് നിർത്തി. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടാവും എല്ലാ വള്ളി ഇവന്റെ തലയിലേക്കാണല്ലോ വരുന്നല്ലേ. എന്താന്നറിയില്ല, എന്റെ തലയിലേക്ക് എല്ലാം വരുന്നത് ഇത് മുണ്ട് എടുത്തിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ചേർത്ത് കാർ എഴുതിയപ്പോ അവനോട് മൈദ ഉണ്ടോ? അപ്പൊ ഞാൻ കരുതി സഖാവ് VS-ന്റെ വല്ല പോസ്റ്റർ ഒട്ടിക്കാനായിരിക്കും കരുതി. അല്ലെങ്കിൽ ഞാൻ മാന്യമായിട്ട് ആളുകളോട് ഇടപെടുള്ളൂ. ഞാൻ കടക്കാരനോട് ചോദിച്ചു മൈദ ഉണ്ടോ? ഇല്ല. ഇപ്പം പറഞ്ഞില്ല. അപ്പൊ അവൻ ചോദിച്ചു കാലിത്തീറ്റാന്നോ കോഴിത്തീറ്റാന്നോ കാലിത്തീറ്റാന്നോ എന്തുണ്ടോന്ന് ചോദിച്ചു. ഉണ്ടോ എന്നുള്ള ചോദ്യം കുറച്ച് കലിപ്പില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ വീണ്ടും കടക്കാരനോട് ചോദിച്ചിട്ടുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ണോടിച്ച് പോകാൻ കാറിന്റെ പുറയിൽ വലയെ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അവൻ ചോദിക്കുക മീൻ പിടിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ചൂണ്ടട്ടാൻ പറ്റിയൊരു കോലുണ്ട് വേണമെന്ന് ചോദിച്ചവനോട്. അവനെന്താ പറഞ്ഞെന്നുള്ളത് എനിക്ക് വ്യക്തമായില്ല. അവൻ വണ്ടി എടുത്തോണ്ട് എന്തായാലും പോയി. അപ്പൊ ആ കടയിലേക്ക് പറയാം എന്റെ പൊന്നുമോനെ രാത്രിയാണ് വള്ളി ഇങ്ങോട്ട് വന്ന്. ഞാൻ കുഴപ്പമില്ല വള്ളി പിടിച്ച് ഞാൻ ഓടും. വേറെ എന്ത് കോതങ്ങളല്ലേ എന്തെങ്കിലും ആവട്ടെ. പിള്ളേര് മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കണ് ചൂണ്ടക്കോലില്ലാതെ. 100 രൂപയാണ് അവിടെ ചൂണ്ടട്ടാൻ വെച്ചാണതേ. ചൂരിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ 100 രൂപ. ഇനിയിപ്പോ നാളെ വില കൂടുമെന്ന് എനിക്കറിയില്ല. നല്ല 6 അടി ഹൈറ്റില് നല്ല എണ്ണ ഇട്ട് വെച്ചാൽ ചൂരിലുണ്ട് അവിടെ കേട്ടാ. ചൂരില്